ഇനി നമുക്ക് കണ്ണൂരത്തെ വിവരങ്ങൾ അറിയാല്ലേ. എനിക്ക് നാളെ കോട്ടയം കണ്ണൂരേക്ക് പോകാനുള്ളത്, അതുകൊണ്ടാണ്. ശരി, ബിജേഷ് ഗോവിന്ദനാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ബിജേഷ്, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം കളറായി തന്നെ കൊട്ടിക്കലാശമൊക്കെ മുന്നണികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു ശക്തി പ്രകടനം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കണ്ണൂരിലേക്ക് വന്നാൽ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് ലീഗ് കോൺഗ്രസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പരിഹരിച്ചവർ മുന്നോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഈ സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും മാറ്റി നിർത്തിയാൽ കണ്ണൂരിലെ ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ബിജേഷ, എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? അമൃത ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും അമൃത വോട്ട് ചെയ്യാൻ വരുന്നുവെന്ന് പറഞ്ഞു അല്ലേ? ആദ്യം തന്നെ ഞാനിക്കും കണ്ണൂർ തന്നെയാണ് വോട്ട്. കുറേ നാളുകൾക്ക് ശേഷം കണ്ണൂർ വോട്ട് ചെയ്യുന്നു. ഏതായാലും അമൃത പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് രംഗം കണ്ണൂരിൽ ഒരു മാസത്തോളം ഏകദേശം വലിയ തരത്തിലുള്ള പ്രചരണം നടന്നു. പക്ഷേ വലിയ തരത്തിലുള്ളൊരു പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടറിയുന്ന തരത്തിലുള്ള ഒരു പ്രചരണം കണ്ടത് ഇന്നലെ കൊട്ടിക്കലാശിലാണ്. അത് കണ്ണൂർ കോർപ്പറേഷനിലും മറ്റ് 8 നഗരസഭകളിലും ഒക്കെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും സമാനമായിരുന്നു സാഹചര്യം. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ രാഹുൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നു. അതും വോട്ടർമാരിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയേക്കാൻ സാധ്യതയുള്ളൊരു ഘടകമാണ്. ഏതായാലും ഈ 92 തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് 71 ഗ്രാമപഞ്ചായത്തുകൾ, 8 നഗരസഭകൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ, ഇങ്ങനെ 92 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 20,92,200 വോട്ടർമാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഏകദേശം 1,814 ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ 1,024 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 5,472 സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമുക്കറിയാം, കണ്ണൂരിന് പ്രത്യേക സാഹചര്യമുണ്ട്. രാഷ്ട്രീയ അക്രമങ്ങളും മറ്റു സംഭവങ്ങളും നടക്കുന്നത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയ തരത്തിലുള്ള അക്രമങ്ങളും മറ്റും നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ സുരക്ഷ അത് കാര്യമായിട്ട് തന്നെ കണക്കിലെടുക്കുന്നുണ്ട് അത് പോലീസ് അധികൃതർ. ഇതിനായിട്ട് ഏകദേശം 5,100 പോലീസുകാരെയാണ് ജില്ലയിലുടനീളം വിന്യസിക്കുന്നത്. അതായത് കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞ കണ്ണൂർ, അതുപോലെ തന്നെ തലശ്ശേരി, കൂത്തുപറമ്പ് സബ് ഡിവിഷനുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ 2,500 പോലീസിനെയും, കണ്ണൂരിന്റെ റൂറൽ മേഖലയിലായിട്ട് 2,600 പോലീസിനെയാണ് ഈ സുരക്ഷാ കാര്യങ്ങൾക്കായി വിന്യസിച്ചിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ, നിലവിലൊരു സ്റ്റാറ്റസ് കോ പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDFന് ഒരു ആശ്വാസമായിട്ടുള്ള ഘടകമായിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് തന്നെ നിലനിർത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത്തവണ UDF ഉള്ളത്. അതിനേക്കാൾ മെച്ചപ്പെട്ട, കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട വിജയം നേടുമെന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷനിൽ ഏകദേശം 13 ഡിവിഷനുകളിൽ കനത്ത പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ UDFന് ഭരണം നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള വെല്ലുവിളിയാണ്. നിലവിലുള്ള, അതായത് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിനകത്ത് UDFനൊപ്പം ഉണ്ടായിരുന്ന PK രാഗേഷ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇത്തവണ കോൺഗ്രസിൽ നിന്ന് വിട്ട് പ്രത്യേക മുന്നണിയായിട്ട് മത്സരിക്കുന്നുണ്ട്. 12 ഡിവിഷനുകളിൽ അവരുടെ സ്ഥാനാർത്ഥിയുണ്ട് എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയാണ്. ഒപ്പം തന്നെ നേരത്തെ അമൃത സൂചിപ്പിച്ച കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ സീറ്റ് തർക്കത്തിനുണ്ടായിരുന്ന ബാരൻ ഡിവിഷൻ, അവിടെ ലീഗിന് തന്നെ ഒരു വിമതനായിട്ട് വന്ന സ്ഥാനാർത്ഥിയുണ്ട്. ഒപ്പം തന്നെ റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന KPCC നേതാവായിട്ടുള്ള റിജിൽ മാക്കുറ്റിക്ക് ആദികടലായി ഡിവിഷനിൽ ലീഗിന്റെ തന്നെ ഒരു വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട് എന്നുള്ളതൊക്കെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷനാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു കേന്ദ്രമായി മാറുക. ഒപ്പം തന്നെ നഗരസഭകൾ പരിശോധിക്കുകയാണെങ്കിൽ 8 നഗരസഭകളിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുക. ഒരു നഗരസഭയുണ്ട്, അത് മട്ടന്നൂരാണ്. അതിവിടെ 2027 മാത്രമാണ് തെരഞ്ഞെടുപ്പ് എടുക്കുക. അപ്പോൾ ഈ 8 നഗരസഭകൾ കഴിഞ്ഞ തവണ 5 LDFന് മേധാവിത്വം ഉണ്ടായിരുന്നത്, 3 UDFും. ഇത്തവണ തളിപ്പറമ്പും അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരം, നിലവിൽ UDFന്റെ കയ്യിലുള്ള ഈ 2 നഗരസഭകൾ പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമം LDFന്റെ ഭാഗത്തുനിന്നുണ്ട്. അവിടെയും ശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ട്. നമുക്കറിയാം, ശ്രീകണ്ഠാപുരം നഗരസഭയിൽ മുൻ ACP ആയിട്ടുള്ള TK രത്നകുമാർ LDFന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട്. അതൊരു വലിയ വിവാദ വിഷയമായി നിൽക്കുന്നു. ഒപ്പം തന്നെ അമൃതയുടെ മേഖല ഉൾപ്പെടുന്ന പയ്യന്നൂർ നഗരസഭയിൽ LDFന് വലിയൊരു തലവേദനയായിട്ട് അവിടെ പയ്യന്നൂർ നഗരസഭയിലെ കാര ഡിവിഷനിൽ CPMന്റെ കാര ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന C വൈശാഖ് വിമതനായി രംഗത്തുണ്ട്. ഇതൊക്കെ വലിയ തരത്തിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്ന ഘടകമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 11 എണ്ണമാണുള്ളത്. അതിൽ 10 എണ്ണം LDFന്റെ ഭരണ സമിതിയുള്ള സംവിധാനമാണ്. 9 LDF ഏകപക്ഷീയമായ വിജയം നേടി. ഒരു സ്ഥലത്ത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2 പേർക്കും തുല്യ നിലയായിരുന്നു. അവിടെ ടോസ് ഇട്ട് അത് LDFന് അനുകൂലമായി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇരിട്ടി ബ്ലോക്ക് മാത്രമാണ് UDFനൊപ്പം നിന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്നത്. 71 ഗ്രാമപഞ്ചായത്തുകൾ 56 LDFനായിരുന്നു കഴിഞ്ഞ തവണത്തെ വിജയം. ഇത്തവണയും അത് ആവർത്തിക്കാൻ പറ്റും
എന്നുള്ളൊരു വിലയിരുത്തലാണ് LDF ഭാഗത്തുണ്ടായത്. പക്ഷേ UDF പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളിലടക്കം വലിയ തരത്തിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ UDF-നാകും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഒന്ന് ഈ ശബരിമല വിഷയമാണ്. ഒപ്പം തന്നെ മറ്റ് സർക്കാരിനെതിരെയുള്ള മറ്റ് ചില വിഷയങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിൽ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ള പ്രതീക്ഷയാണ് UDF-നുള്ളത്. ഏതായാലും അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനം പോലീസിന്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ട്. വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലമായ രൂപത്തിൽ തന്നെ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. അമൃത.